അപ്പോൾ മാതാപിതാക്കളുടെ തിന്മകൾ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ, സ്വാധീനിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നമ്മളത് ആണ് മെയിനായിട്ട് ഈ ഒരു കുറേ സെഷനുകളിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് കണ്ടുപിടിക്കുന്ന ചിന്ത അത് തന്നെയാണല്ലോ, ഉത്ഭവപാപം. അതിൻ്റെ വാക്ക് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഇത് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവർ വാദിക്കാനായിട്ട് എടുക്കുന്ന ഒരു വചനഭാഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ? മാതാപിതാക്കളുടെ പാപനിമിത്തം മക്കൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ, പോരായ്മ ഉണ്ടാകുമോ? ഇപ്പോൾ ഈ അന്ധന്, അപ്പോൾ ആ ഒരു ചിന്ത യഹൂദർക്കുണ്ടായിരുന്നു, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് പത്രോസ് ചോദിക്കുകയാണ്, റബ്ബി, ഇത് എന്തുകൊണ്ടാണ്? ഇവൻ്റെ ഈ അന്ധ അവസ്ഥയ്ക്ക് കാരണം ഇവൻ്റെ പാപമാണോ, മാതാപിതാക്കളുടെ പാപമാണോ? ചില മറുപടി ഇങ്ങനെയാണ്. യേശു മറുപടി പറഞ്ഞു, 3-ാം തിരുവചനം, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തം അല്ല. അത് 2 ഈശോ നിഷേധിക്കുകയാണ്. ഇവൻ്റെ പാപം കൊണ്ടുമല്ല ഈ അന്ധത വന്നിരിക്കുന്നത്, മാതാപിതാക്കളുടെ പാപം കൊണ്ടുമല്ല. അപ്പോൾ ഇത്രയും എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ജനറലൈസ് ചെയ്യാനുള്ള ഒരു പ്രേരണ പലർക്കും കിട്ടുന്നത് ഉണ്ടോ, നമുക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഒരു ദുരന്തം, ഇപ്പോൾ ഇവിടെ അന്ധത എന്തെങ്കിലും ആയിക്കോട്ടെ, സഹനം, ഞെരുക്കോ, രോഗം, കഷ്ടപ്പാട്, ഇതൊന്നും ഒരു പാപത്തിൻ്റെ ഫലമല്ല, കാരണവന്മാരുടെ പാപത്തിൻ്റെ ഫലവുമല്ല. ഈശോ അത് കാറ്റഗോറിക്കലായിട്ട് സംശയത്തിനിടയില്ലാത്ത രീതിയിൽ നോ പറയുന്നത് കണ്ടോ. പിന്നെ എന്താ സഹനത്തിൻ്റെ എല്ലാ അർത്ഥം എന്താ? അടുത്ത വാക്യം ഈശോ പറയാണ്, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. ഇത് മാത്രമാണ് സകലരുടെയും സകലവിധ സഹനങ്ങളുടെയും കാരണമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ മഹത്വം, ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ്, അതല്ല വേറെ ഒന്നുമില്ല. ഇങ്ങനെ നേരെ കയറി വാദിച്ചു പോകുന്ന ചില പ്രബോധകരുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്കിവിടെ വചനത്തിലേക്ക് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഇത് പറയാൻ കാരണം എന്താ? ഈ അന്ധൻ്റെ കാര്യത്തിൽ, ഈ പറഞ്ഞ പ്രത്യേക അന്ധൻ്റെ കാര്യത്തിൽ അവൻ്റെ പാപവും ഇവിടെ കാരണമായിട്ടില്ല, കാരണവന്മാരുടെ പാപവും കാരണമായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സഹനങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ 3 സാഹചര്യങ്ങളുടെ സഹനം വരുന്നതായിട്ട് ഇവിടെ പറയാനായിട്ട് പറ്റും. ഒന്ന്, നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട്, സത്തക്കുറവുകൊണ്ട്, വീഴ്ച കൊണ്ട്, പാപം കൊണ്ട് വരുന്ന സഹനങ്ങളുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തൊട്ട് പുറകിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബെത്സൈദ കുളക്കരയിലെ രോഗശാന്തി. 38 വർഷമായി തറവാത രോഗം പിടിപെട്ട് കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുക്കും, നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഈശോ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. അതുകൊണ്ട് ഈശോയെ ആരാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഇങ്ങർക്ക് പിന്നെ സാധിച്ചില്ല. പിന്നീട് ഒരിക്കൽ 14-ാം വാക്യം, യോഹന്നാൻ 5:14, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ കൂടുതൽ മോശമായതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഇപ്പം ഇത്രയും നാൾ 38 വർഷം ഒരു മോശമായ അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ ആ വ്യക്തി കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണമായിട്ട് അവൻ്റെ തന്നെ ജീവിതത്തിൽ എന്തോ പാപത്തിൻ്റെ പഴുതുകൾ ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വന്നു പോയത്. അപ്പം ഇപ്പോൾ അത് 38 വർഷം കൊണ്ട് അത് അത്ര സഹനം വന്നു. ഇപ്പോൾ ഈശോ ഇടപെട്ട് അവർ സൗഖ്യം കൊടുത്തു. അത് ദൈവത്തിന് നന്ദി പറയണം. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ആയില്ല. ഇനിയും അവൻ പഴയ രീതിയിൽ പാപത്തിലേക്ക് പോകാനാണ് ഇടവരുന്നതെങ്കിൽ ഇതേ രീതിയിലുള്ള രോഗാവസ്ഥ മാത്രമല്ല, ഇതിലും മോശമായത് നിനക്ക് സംഭവിക്കാം. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പേര് പാപം ചെയ്യരുത്. അപ്പം പാപവും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുമായിട്ട് ബന്ധം ഒന്നുമില്ല എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ പാപം മറച്ചു വെച്ചുകൊണ്ടൊക്കെ നീങ്ങുന്ന വ്യക്തികൾ രോഗത്തിലേക്ക് പോകുന്നതായിട്ടൊക്കെയുള്ള വചനഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. പാവം മറച്ചു വെച്ചപ്പോൾ ഞാൻ പിന്നെ രോഗഗ്രസ്തം എൻ്റെ അസ്ഥികളിൽ സൗഖ്യമില്ലെന്നായി എന്നൊക്കെ സങ്കീർത്തനം പറയുന്നത് കാണാം. പാപം ഏറ്റു പറഞ്ഞപ്പോൾ അവിടുന്ന് ക്ഷമിച്ചു, അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണർവ്, ഉന്മേഷം വന്നു. അതുകൊണ്ട് രോഗാവസ്ഥയിൽ നിൻ്റെ പാപങ്ങൾ ഏറ്റു പറയുക.
തലവാത രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന സംഭവം ലൂക്ക 5 നമ്മൾ വായിക്കുമ്പോഴും ഈശോ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ തലവാത രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന രംഗം വരുമ്പോഴും നേരെ അവനെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു വിടുക അല്ല ഈശോ ചെയ്യുന്നത്. മറിച്ച് ആദ്യം അവൻ്റെ പാപം മോചിക്കുകയാണ്. അവിടെ തർക്കമുണ്ടാകുന്നുണ്ട്. പക്ഷെ ആ തർക്കത്തെയൊക്കെ ഈശോ നല്ല ഉത്തരം കൊടുത്ത് കൃത്യമായ പ്രബോധനം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈശോയുടെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നൊരു കാര്യം രോഗശാന്തിയും പാപമോചനവുമായിട്ട് ബന്ധമുണ്ട്. പാപമോചനം വഴി ഒരു രക്ഷയാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ അന്ധയാചകന് ഈ അന്ധത വന്ന് ഭവിച്ചത് അവൻ്റെ പാപനിമിത്തമാണോ എന്ന് യഹൂദർ ചോദിക്കുന്നിടത്ത് അവൻ്റെ പാപനിമിത്തമല്ല എന്ന് ഈശോ ഉത്തരം കൊടുക്കുന്നത് അവൻ്റെ മാത്രം കാര്യത്തെക്കുറിച്ചാണ്. അതെല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ അത് അപ്ലൈ ചെയ്യേണ്ട ഒരു വചന പ്രബോധനം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണോ അതുമല്ല ഈശോ പറഞ്ഞല്ലോ. അപ്പോൾ മാതാപിതാക്കളുടെ പാപം ഒന്നും മക്കളിലേക്ക് സ്വാധീനിക്കുകയില്ല എന്നുള്ളൊരു വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവരത്തെ വിഷമം എടുക്കാൻ പറ്റുകയില്ല. മാതാപിതാക്കന്മാരുടെ പാപം ഒന്നും മക്കളെ ഒട്ടും സ്വാധീനിക്കുകയില്ല എങ്കിൽ നമുക്കറിയാമല്ലോ ഉത്ഭവപാപം ആ ഒരു ആശയം തന്നെ വരികയില്ല. ആദവും പാപം ചെയ്തോ, അവർ മാത്രം പരദേശിക്ക് പുറത്തു പോകട്ടെ, അവരുടെ മക്കൾ പരദേശിയെ വസിക്കട്ടെ, നമ്മളെന്തിനാണ് പുറത്തു പോകുന്നത്? ആദ്യം മാതാപിതാക്കൾ പാപം ചെയ്തു, പക്ഷേ നമ്മൾ അനുഭവത്തിൽ കാണും നമ്മളെല്ലാവരും പുറത്തായി, നമ്മളെല്ലാവരും ആസക്തിക്ക് അടിപ്പെട്ടവരായിട്ട് മാറി. അതാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം നമ്മൾ വ്യക്തമായിട്ട് കണ്ടുവന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പാവം മക്കളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ല എന്നുള്ള ഒരു വാദഗതിക്ക് ഈ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ ഒരിക്കലും പ്രസക്തമല്ല, അടിസ്ഥാനമായിട്ടെടുക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വാദഗതിക്ക് അവിടെ അടിസ്ഥാനമില്ല. മറിച്ച് ആ ഒരു അന്ധൻ്റെ വിഷയത്തിന് അത് രണ്ടുമല്ലായിരുന്ന കാരണം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 രീതിയിൽ സഹനങ്ങൾ ഉണ്ടാകാമെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ തന്നെ തിന്മ കൊണ്ട് നമ്മൾ വെറുതെ വഴിയെ നടന്നു പോകുമ്പോൾ കണ്ണ് പടച്ച് നടന്നു കഴിഞ്ഞാൽ കുഴിക്കകത്തോട്ട് മറിഞ്ഞ് വീണു കാലൊടിയുന്നു, നമ്മുടെ തിന്മ കൊണ്ട് വരുന്ന അപകടമല്ലേ. കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നു, അപകടം ഉണ്ടാക്കുന്നു, അതിൻ്റെ ദുരന്തം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നു നമ്മുടെ മേൽ തന്നെ. അങ്ങനെ വരുന്ന ദുരന്തങ്ങളുണ്ട്. ഇനി നമ്മൾ മര്യാദയ്ക്ക് വഴിയെ അരികിലൂടെ നന്നായിട്ട് പോവുകയാണ്, പക്ഷേ എതിരെ വരുന്ന വണ്ടിക്കാരൻ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ച് നമുക്കിട്ട് തട്ടുകയാണ്. നമ്മൾ തെറ്റും ചെയ്തില്ല, മറ്റൊരാളുടെ തിന്മ നമ്മളിലേക്ക് വന്ന് നമുക്ക് സഹനം ഉണ്ടാക്കി തരികയാണ്. അങ്ങനെ സഹനങ്ങളുണ്ട്. അത് മാതാപിതാക്കളായിരിക്കാം, അയൽക്കാരായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. ഇത് രണ്ടുമല്ലാതെ ആരുടെയും തെറ്റവിടെ കാണാനില്ലാത്തത് സഹനം ഉണ്ടാകാം. അൽഫോൻസാമ്മയുടെ സഹനം നമുക്കറിയാം, കൊച്ചുറേശയുടെ രോഗാവസ്ഥ. അവിടെ ഇവരൊന്നും ഒരു തെറ്റ് ചെയ്യുന്നേ ഇല്ല, പക്ഷെ സഹനം ഉണ്ടായി ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് വരികയും ചെയ്തു. അപ്പോൾ ഇത് മൂന്നും നമ്മൾ കാണേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിശാചിൻ്റെ ഇടപെടൽ വഴിയും കൂടെ വരുന്ന സഹനം ജോബിൻ്റെ പുസ്തകം കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ ഒരു അനുവാദം കൊടുക്കലുണ്ട്, അത് ദൈവമഹത്വത്തിനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. 3-ാമത്തെ കാറ്റഗറിക്കകത്ത് അത് വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തിരിച്ച് സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ അനുഭവത്തിലേക്ക് വരാം. അപ്പം ഈ ദാവീദ് തെറ്റ് ചെയ്തു, ദാവീദിൻ്റെ കുഞ്ഞിന് രോഗം പിടിപെടുന്നു. എത്രയോ സംഭവങ്ങളിൽ ഇന്നും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും, അത് മറക്കരുത്. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി ഊറിയയുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു, അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ ഉപവസിച്ചു, രാത്രി മുഴുവനും മുറിയിൽ നിരത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിരത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, അവനത് കൂട്ടാക്കിയില്ല. അവരുടെ ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞും മരിച്ചു. 7 ദിവസം മുഴുവനും ദാവീദ് ഉപവാസമെടുത്ത് നിലത്ത് കിടന്ന് കരഞ്ഞ് 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന പോലെ പ്രാർത്ഥിച്ചിട്ടും ആ കുഞ്ഞ് മരിക്കുകയാണ്. ദൈവം എന്തുകൊണ്ട് അത്രയും ക്രൂരത കാണിച്ച് നമുക്ക് തോന്നിപ്പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. താഴേക്ക് വായിച്ചു വരുമ്പം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരിങ്ങനെ അടക്കം പറയുകയാണ്. കുഞ്ഞിന് അസുഖമായപ്പോൾ തന്നെ അവൻ ഇതുപോലെ വിഷമം കാണിച്ചെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷമമായിരിക്കും കാണിക്കുമ്പോൾ എങ്ങനെ പറയും, വളരെ സാഹസം കാണിക്കുമോ. അപ്പോൾ ജോലിക്കാരടക്കം പറയുന്നത് കണ്ടപ്പോൾ ദാവീദിന് മനസ്സിലായി, ബുദ്ധിമാനാണല്ലോ, കുഞ്ഞിന് എന്തോ സംഭവിച്ചു, കുഞ്ഞ് മരിച്ചോ? ദാവീദ് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു മരിച്ചു. അപ്പോൾ ദാവീദിൻ്റെ പെരുമാറ്റം അവരെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ദാവീദ് ഉടനെ തറയിൽ നിന്ന് എഴുന്നേറ്റ് 20-ാം വാക്യം കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാണും? ദൈവത്തിൻ്റെ പകരം പരാതിയാണോ, നിരാശയാണോ, വഴക്കാണോ? അല്ല, ദൈവമേ, ഈ സഹനം വേദന ഞാൻ അർഹിക്കുന്നതാണ്. അനുദപിക്കുന്ന കള്ളൻ്റെ മനസ്സ് ഇവിടെ നമ്മൾ ഓർത്തു പോവുകയാണ്. കൂടെ കിടക്കുന്ന കള്ളൻ, അനുദപിക്കാത്ത കള്ളൻ ഈശോയെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുമ്പം അനുദപിച്ച കള്ളനും നമ്മുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷയാണ് ഈ സഹനം. ഇവനാകട്ടെ ഒരു പാപം ചെയ്തിട്ടില്ല, നമ്മളിത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സഹനത്തെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടരുത്. എന്നിട്ട് അവൻ ഈശോയോട് ആവശ്യപ്പെടുന്നത്
കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ. അവന് വേറെ പരാതിയില്ല. അപ്പോൾ അവൻ പാപം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവനെ അന്യായമായിട്ട് കുറിച്ച് തറച്ചതല്ല. അവൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷയാണ്, അവന് ബോധ്യമുണ്ട്. പക്ഷെ ആ ശിക്ഷയുടെ അനുഭവത്തെ അവന് സമചിത്തതയോടെ സന്മനസ്സോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതാണ് അവൻ്റെ മെരിറ്റ്. ആ ഒരു മെരിറ്റ് നമുക്ക് ഇവിടെ ദാവീദിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് പറ്റും. ഈ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ആ വേദന ദാവീദ് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ പക്കലെത്തി പരാതിപ്പെടാനല്ല, വഴക്കുണ്ടാക്കാൻ, നിരാശപ്പെടാനല്ല, എളിമയോടെ അംഗീകരിക്കാൻ, മാപ്പ് ചോദിക്കാൻ, ആ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ, ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കൊടുക്കാൻ. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ബത്ശബയെ കണ്ട് സംസാരിച്ചു, അവളെയും ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുക. ആശ്വസിപ്പിച്ചത്, എടി, ഇത് എൻ്റെ തെറ്റാണ്, ഞാൻ രാജാവായിരിക്കും, എന്നെ അങ്ങനെ പാവത്തിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ആ സമയം നിൻ്റെയും തെറ്റാണ്, നീ അത് വഴങ്ങാൻ പാടില്ലായിരുന്നു. അതിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ തെറ്റ് നമുക്ക് ഏറ്റു പറയാം. നമുക്ക് ഈ വേദന, സഹനം സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പരിഹാരമായിട്ട് ഇനി നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നടക്കുവാനായിട്ട് ചിട്ടയെടുക്കാം, ജാഗ്രത എടുക്കാം. അങ്ങനെ വിവേകത്തോടുകൂടെ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി. അവർക്ക് പിന്നൊരു കുഞ്ഞുണ്ടാവുകയാണ്, സോളമൻ. കർത്താവിനെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. ഇത്രയും കുരുത്തക്കേട് കാണിച്ചതല്ല അവിടെ ഇനി അവരുടെ മക്കളെ ഞാൻ സ്നേഹിക്കുകയല്ല, അങ്ങനെയല്ല. ദൈവത്തിന് ഒരിക്കലും ആരെയും വെറുക്കാൻ പറ്റത്തില്ല. ദൈവം ആരെയും ഒരിക്കലും അകറ്റി വെക്കുകയാണ്, ഉപേക്ഷിക്കാനോ. ദൈവത്തിന് എപ്പോഴും സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ദൈവ സ്നേഹമാണ്. അപ്പോൾ ദാവീദിൻ്റെ ഈ ഒരു മനോഭാവം, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ തെറ്റുകൾ കൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുടുംബത്തിലേക്ക് വരുത്തി വെക്കുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചു തിരുത്തി അതോടുകൂടി ആ സഹനമെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണം എന്നുള്ള ധർമ്മത്തിലേക്ക് പോകരുത്. അത് മാറിക്കിട്ടട്ടെ, ദൈവം അത് മാറ്റിത്തരാൻ ഇടവരട്ടെ. പ്രാർത്ഥനയിലൂടെ കുറവ് ഒഴുകി വന്നറിയുമ്പം ആ വേദനയും സഹനമെല്ലാം പരിഹരിക്കപ്പെടട്ടെ. എങ്കിലും ചില വേദനകളും സഹനങ്ങളും ഒക്കെ നമ്മൾ എത്ര അനുഭവിച്ചാലും ഒരു പരിഹാര ചൈതന്യത്തോടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷൻ പറയുകയുണ്ടായി, ധൂർത്തപുത്രൻ വന്ന് കയറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രവും ഈ ചെരുപ്പില്ലാത്ത അവസ്ഥ, നഖം നീണ്ട്, മുടി വളർന്ന് മുരഞ്ഞ്, ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാരെ ഏൽപ്പിച്ചു. അപ്പൻ ദാസന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ ദാസന്മാരുടെ പക്കൽ ചെന്നിട്ട് അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം, ഇത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു സൂചനയാണ് എന്ന് പറയുകയുണ്ടായി. അതൊരു ഘട്ടം. ഇനി അത് കഴിഞ്ഞാലോ അവനങ്ങനെ നല്ല ഉടുപ്പുമെല്ലാം ഇട്ട് വന്ന് കയറിയാൽ തന്നെയും അവന് 2 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നല്ല ചുമന്ന് തുടുത്ത് രാജകുമാരനെ പോലെ ആയിരുന്ന ആളല്ലേ. ഇപ്പം വന്ന് കയറിയത് എങ്ങനെയാണ്? ഈ ചെളിയെല്ലാം കളഞ്ഞെന്ന് പറഞ്ഞാലും അവൻ്റെ ശരീരം എല്ലും തോലുമായിട്ട് മെലിഞ്ഞ് വല്ലാണ്ടായിരിക്കുന്നത്. അത് ആ അപ്പന് ചേർന്ന, അവൻ്റെ ജ്യേഷ്ഠന് ചേർന്ന ഒരു സൗഷ്ഠവത്തിലേക്ക്, ആ ഒരു സൗന്ദര്യ നിറവിലേക്ക് വരണമെങ്കിൽ അവൻ എത്ര നാൾ വീട്ടിൽ അപ്പനോടൊത്ത് സമാധാനത്തിലും ആ സ്നേഹം അനുഭവിച്ചും നല്ല ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചും ഒക്കെ അങ്ങനെ നീങ്ങിയാലാണ് അവൻ്റെ ശരീരവും മനസ്സും എല്ലാം വീണ്ടും പഴയ പോലെ തെളിച്ചത്തിലേക്കും ഒരു കരുത്തിലേക്കും വരിക. അതിന് സമയമെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു സമയമെടുക്കലാണ് നമ്മൾ ഈ ഒരു ശുദ്ധീകരണ സ്ഥല അനുഭവം എന്ന് പറയുന്നത്. അതേസമയം പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശുദ്ധീകരണ അനുഭവം മരിച്ചു കഴിഞ്ഞ് മാത്രം നമുക്ക് സ്വന്തമാക്കാവുന്ന ഒന്നല്ല. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. എങ്ങനെ? അതിൻ്റെ ഒരു ചിത്രമാണ് വീണ്ടും നമ്മൾ ഈ അനുദപിച്ച കള്ളനെ പറ്റി കാണുമ്പം ഈശോയോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസ്യനായിരിക്കും. അവൻ ഒരുപാട് തെറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും തെറ്റ് ചെയ്ത വ്യക്തിയെ അന്ന് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയായിട്ട് ഈശോയ്ക്ക് പ്രഖ്യാപിക്കാൻ എങ്ങനെ സാധിച്ചു? അതൊരു വലിയ ചോദ്യമാണ്. അതിന് പല ഉത്തരങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. പക്ഷേ ചില പിതാക്കന്മാർ പറയുന്ന ഒരു ഉത്തരം കൃത്യമായിട്ട് എനിക്കൊരു ബോധ്യപ്പെട്ട് കിട്ടുന്നത്, അവൻ തൻ്റെ ശുദ്ധീകരണ അനുഭവമായിട്ട് ആ കുരിശിലെ സഹനം മുഴുവനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കുരിശിലെ അവൻ്റെ സഹനം അത് നിസ്സാരമല്ല. ആണിയിൽ തറയ്ക്കപ്പെട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് ചോരയെ കുടിച്ച് പെടയുകയാണ് ആരോഗ്യമുള്ള ആ മനുഷ്യൻ. അങ്ങനെ പെടഞ്ഞ് അവസാനം അവൻ്റെ മുഴങ്കാലുകൾ തല്ലി തകർക്കപ്പെട്ട അവസ്ഥയിൽ അവൻ മരിക്കുകയാണ്. ആ വേദനയുടെ ഒരു കഷ്ണം പോലും, ഒരു ചെറിയ അംശം പോലും അവന് പരാതിയോടുകൂടി അല്ല സ്വീകരിക്കുന്നത്. എല്ലാം അവൻ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. അതാണ് അവൻ്റെ പ്രായശ്ചിത്താല ശുദ്ധീകരണ അനുഭവം. അതുവഴിയിട്ട് അവന് വളരെയധികമായിട്ട് ആത്മീയ നിറവിലേക്ക്, ദൈവത്ര അവസ്ഥയിലേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. പിതാക്കന്മാർ ഇതേപ്പറ്റി പറയും, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും മരണത്തിന് മുമ്പ് ഉള്ള സമയത്ത് നമ്മൾ സ്വമനസ്സ ഏറ്റെടുക്കുന്ന ഒരു സഹനത്തിൻ്റെ വില നമ്മൾ മരിച്ചു കഴിഞ്ഞ്
ദൈവത്തിന് വേണ്ടി ശുദ്ധീകര അവസ്ഥയിൽ കാത്തു കിടക്കുന്ന നാളുകളിലെ സഹനത്തിൻ്റെ വിലയേക്കാൾ 1000 ഇരട്ടി കൂടിയതാണ്. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് 1000 ദിവസം ശുദ്ധീകര അവസ്ഥയിൽ കഴിയുന്നതിനേക്കാൾ നമുക്ക് മെച്ചമാണ് ഭൂമിയിലായിരിക്കുമ്പം നമ്മൾ ശുദ്ധീകരണ മനോഭാവത്തോടെ പ്രായശ്ചിത്ത ചൈതന്യത്തോടെ ചെലവഴിക്കുന്ന ഒരു ദിവസം എന്ന് പിതാക്കന്മാർ പറയും. അതോടൊപ്പിച്ച് തന്നെ ചില പിതാക്കന്മാർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് മരണത്തോടനുബന്ധമായിട്ട് ചില രോഗങ്ങൾ, ചില ചികിത്സാവിധികൾ, ഇനി അതൊന്നും ഉണ്ടായില്ല വാർദ്ധക്യത്തിൻ്റെ അവശതകളും ഒക്കെ ആയിട്ട് നീങ്ങാൻ ഒരു കാലഘട്ടം ദൈവം നമുക്ക് തരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ അവയോടുള്ള ആ സഹനങ്ങൾ ഞെരുക്കങ്ങൾ വരുമ്പം അതിനോട് മനസ്സുകൊണ്ട് മടുത്തും പ്രതികരിച്ചും മറുതലിച്ചും ഒക്കെ പോകാതെ ഈ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ, എനിക്ക് ചെവി കേൾക്കത്തില്ല, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, നടുവേദന, വാതവത, അങ്ങനെ ഒത്തിരി അവശതകൾ വരുമ്പം ഈ അവശതകൾ മുഴുവനും ഈ അനുദപിച്ച കള്ളൻ്റെ മനോഭാവത്തോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പക്കൽ ഞാൻ അകന്നുപോയി എന്നെ തന്നെ ദൈവത്ര സ്ഥാനത്തിൽ നിരക്കാത്ത രീതി വൈരൂപ്യമാക്കി കളഞ്ഞ ഓരോ നിമിഷത്തിനും പരിഹാരമായിട്ട് ഈ സഹനം ഞാൻ സ്വീകരിക്കുന്നു. ആ ഒരു മനോഭാവത്തോടെ ഈ വാർദ്ധക്യത്തിൻ്റെ അവശതകളെ, ഇനി അതല്ല രോഗത്തിൻ്റെ അവശതകൾ, രോഗത്തിൻ്റെ അവശ മാത്രം രോഗത്തിൻ്റെ ചികിത്സാവിധിയുടെ അവശതകൾ, അങ്ങനെയൊക്കെയുള്ള അവശതകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മരണത്തിൻ്റെ സമയം വിനാഴിക കടന്നു വരുമ്പോഴേക്കും നമ്മൾ സ്വർഗത്തിന് ചേർന്നൊരു വ്യക്തിയായിട്ട് ഏതാണ്ട് മാറിക്കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഭൂമിയിലായിരിക്കും നമുക്കുള്ള സഹനങ്ങൾ. നമ്മൾ അറിഞ്ഞുകൊണ്ടെടുക്കുന്ന ഒരു സഹനം പോലും 1000 ദിവസം, ഒരു ദിവസം സഹനം മരിച്ചു കഴിഞ്ഞുള്ള 1000 ദിവസത്തേനേക്കാൾ അത്രയും വിലയുള്ളതാണെന്ന് പറയുമ്പം നമ്മൾ സ്വമേധയാ സ്വീകരിക്കുന്നതല്ലാതെ, അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നതല്ലാതെ, എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്ന പോലെ വരുന്നതായ ഈ പറഞ്ഞ രോഗങ്ങൾ, വാർദ്ധക്യത്തിൻ്റെ പ്രത്യേക അവശതകൾ, ചികിത്സയെ ബന്ധപ്പെട്ട നിസ്സഹായതകൾ, അല്ലെ പറ്റുന്നില്ലാത്ത അവസ്ഥയുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യത്തില്ല, തീരുമാനമില്ല, നമ്മുടെ മനസ്സിന് വിരുദ്ധമായിട്ടായിരിക്കും. പലരും ആൾക്കാരും പറയും, ഈ ഒരു സഹനമല്ലാതെ വേറെ ഏത് സഹനം വന്നാലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ സഹിച്ചോളായിരുന്നു. സഹനത്തെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികൾ പലപ്പോഴും വളരെ പെട്ടെന്ന് ചെന്നുപെടുന്ന ഒരു പരാതിയുടെ ഒരു കെണിയാണ്, ഒരു ഇടുക്ക് കുഴിയാണിത്. അങ്ങനെ ആൾക്കാർ ചിന്തിക്കാനിട വരുന്നു. എൻ്റെ ജീവിതത്തിലെ സഹനമാണ് ഏറ്റവും വലിയ സഹനം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്നതാ വിഷയം, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്ന കുഴപ്പമില്ല, ഇതായതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ഇങ്ങനെ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ നീങ്ങാൻ പറ്റില്ല. ഞാൻ എന്നാ കാണിക്കുന്നത്? മറ്റവർക്ക് കണ്ടോ, അവർക്ക് വേറെ സഹനമുണ്ട്, പക്ഷേ ഈ ബുദ്ധിമുട്ടില്ല. അവരെ കണ്ടോ, അവർക്ക് പല ബുദ്ധിമുട്ട്, പക്ഷേ ഈ വിഷയമില്ല. ഇവിടെ ഞാനിത് ഇങ്ങനെ കാരണം ഒരു തരത്തിലും എനിക്ക് മേല. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലും അവരെ പോലെയോ മറ്റൊരു ഞാനത് പാട്ടും പാടിക്കൊണ്ട് സഹിച്ചേനെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കാണാനായിട്ട് പറ്റും. നമുക്കറിയാം അതിനകത്ത് യാതൊരു അർത്ഥമില്ലെന്ന് നമുക്കറിയാം. ദൈവം നമുക്ക് അനുവദിക്കുന്നത് മാത്രമല്ല സഹനങ്ങൾ, മറിച്ച് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക രീതികൾ കൊണ്ട് നമ്മൾ തുറന്ന് അകത്ത് കയറ്റി വെച്ച് വരുത്തിയിരിക്കുന്ന തിന്മകൾ വഴി വരുന്നത് കൂടി ഈ സഹനം നമ്മൾ തന്നെ വരുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു രൂക്ഷത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ നമ്മുടെ തന്നെ ഒരു പ്രവൃത്തിയുടെയും തെരഞ്ഞെടുപ്പിൻ്റെയും ശൈലിയുടെയും ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.